ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ 43-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ സത്യാന്വേഷണത്തിന് വേണ്ടി പുറപ്പെടുന്ന വ്യക്തികളെക്കുറിച്ചുള്ള ഒരു സൂചന, അവർക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഈ ശ്ലോകം ഗുരു പറയുന്നത്. കാരണം പലപ്പോഴും ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്ന, സത്യാന്വേഷണ മാർഗത്തിൽ, അതിനവർ പൊതുവെ നമ്മുടെ സമൂഹം വിലയിരുത്തുന്നത് ആധ്യാത്മികമായിട്ട് സഞ്ചരിക്കുന്നവരെന്നാണ്. ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് കുറച്ച് കഴിയുമ്പോൾ പല പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ട്? ധാരാളം പ്രലോഭനങ്ങൾ വരുന്നുണ്ട്. അത് ഹിന്ദുമതത്തിലെ സാധകന്മാരായാലും ക്രിസ്തു മതത്തിലെ സാധകന്മാരായാലും ഇസ്ലാം മതത്തിലെ സാധകന്മാരായാലും ജൈന മതത്തിലെയോ ബുദ്ധമതത്തിലെയോ ഏത് മതത്തിൽ സഞ്ചരിക്കുന്നവരാണെങ്കിലും അവർക്ക് ധാരാളം പ്രലോഭനങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം മനസ്സ് ഏകാഗ്രമാകുമ്പോൾ അവരിൽ കൂടുതൽ ദിവ്യത ഉണരുകയും മറ്റൊരുപാട് കഴിവുകൾ അവരിൽ പ്രകടമാകുകയും ചെയ്യും. അതനുസരിച്ചിട്ട് പ്രകൃതി അവന് ഒരുപാട് പ്രലോഭനങ്ങൾ. ഗുരു പറയുകയാണ്, പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്വീല, അകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടണം. അപ്പോൾ ഇവിടെ ഈ പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ണോടിച്ച് കഴിയുമ്പോൾ അറിയാം. കുട്ടി ഗുരുക്കന്മാരായിട്ട് ധാരാളം പേര് വിലസുന്നുണ്ട്. അവരെന്തൊക്കെയോ കൊച്ചു കാര്യങ്ങൾ, ചെറിയ ഉപാസനയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എന്തോ കഴിവുകൾ, അമാനുഷികമായിട്ടുള്ള കഴിവുകൾ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരസ്യങ്ങൾ നടത്തിക്കൊണ്ട് ഇങ്ങനെ അവർ ധാരാളം പണം സമ്പാദിക്കുകയും അതുപോലെ തന്നെ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇങ്ങനെയുള്ള ചില ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രീനാരായണ ഗുരുദേവനെയും ആക്ഷേപിച്ചുകൊണ്ട് ഒരു തന്ത്രി വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നത് കാണുവാനും കേൾക്കുവാനും ഇടയായി. അയാൾ ഏതോ ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ വിമർശിക്കുകയാണ്. ഗുരുവിൻ്റെ കൃതികളെക്കുറിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ ഗുരു അനുഷ്ഠിച്ച പോലെയുള്ള സാധനകൾ അനുഷ്ഠിക്കുകയോ ഒന്നും ചെയ്യാതെ അയാൾ വളരെ മോശമായ രീതിയിൽ പലരും പറഞ്ഞ് കേസ് കൊടുക്കണം. പക്ഷേ അങ്ങനെ കേസ് കൊടുത്തിട്ട് ഇതാരാണിതിനെ ശരിയാക്കാൻ പോകുന്നത്? ഗുരുവിനെ മനസ്സിലാക്കാതെ വിമർശിക്കുന്നവരുടെ അവർക്ക് സംഭവിക്കുന്നത് അതുപോലെയുള്ള ദോഷമാണ്. എത്രയോ ശാപമാണ് അയാൾ വലിച്ചു വെക്കുന്നത്. ഇപ്പോൾ അയാൾക്ക് പണവും സ്വാധീനവും ഉപയോഗിച്ച് എന്തും വേണമെങ്കിൽ പറയാം. പക്ഷേ പിന്നീട് അയാൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റെ ദോഷങ്ങൾ, ദുരന്തങ്ങൾ. ഇപ്പം ഇവിടെയൊക്കെ സംഭവിക്കുന്ന എന്താണ്? ഏതോ ഒരു ഇതുകൊണ്ട് അവർക്ക് എന്തൊക്കെയോ ചെറിയ സിദ്ധികൾ കിട്ടിപ്പോയി. അതിൻ്റെ ബലത്തിൽ ഏറ്റവും ഉദാത്തമായ ശ്രേഷ്ഠമായ തലത്തിൽ വിരാജിക്കുന്ന ഗുരുവിനെ നികൃഷ്ടമായിട്ട് വിമർശിക്കുക. മറ്റ് പല മതങ്ങളെയും മത ആചാര്യന്മാരെയൊക്കെ വിമർശിക്കുമ്പോൾ ഇവർക്കതിന് ധൈര്യം കിട്ടാത്തതിന് കാരണം
ഒറ്റ പ്രാവശ്യമേ അവർ വിമർശിക്കുകയുള്ളൂ. പിന്നെ ആൾ ഈ ലോകത്തുണ്ടാവില്ല. അത് ക്രൂരതയാണ്. ഇന്ത്യൻ പൗരനെന്നുള്ള നിലയ്ക്ക് ആർക്കും ആരെയും വിമർശിക്കാം, എന്തും വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനൊക്കെ ഒരു അറുതിയുണ്ട്, അതിനൊരു അതിരുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള പ്രകൃതിയുടെ വലച്ചിലിൽ പ്രകൃതി പിടിച്ച് ചുഴറ്റുകയാണ്. എന്ത് പറയണം, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത രീതി. അപ്പോൾ അത് നമ്മുടെ ശ്രേഷ്ഠമായിട്ടുള്ള മാർഗത്തിലേക്കുള്ള തടസ്സങ്ങളാണ് എന്ന് മനസ്സിലാക്കി അവൻ സ്വയം പിന്മാറണം. പക്ഷേ അതിനുപോലും സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ മായയുടെ, ഈ അവിദ്യയുടെ അതിഭീകരമായിട്ടുള്ള അതിനെ പിടിമുറുക്കിയിരിക്കുകയാണ്, അവനും ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്താണ് അയാൾ പറയുന്നത്. അറിവില്ലാത്തവർ അത്രമാത്രം ശക്തമായ രീതിയിൽ ഇതൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യാം. നമ്മൾ അക്രമം ചെയ്യുന്നവരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് യാതൊരു ദയയുമില്ല. അവരെന്താണ് ചെയ്യുന്നതെന്നറിയില്ല. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? അറിവില്ലായ്മയാണ്, തമോ ഗുണമാണ്. അതുപോലെ തന്നെയാണ് ഗുരുവിനെക്കുറിച്ചും അല്ലെങ്കിൽ സത്തിനെക്കുറിച്ചും ഒക്കെ വിമർശിക്കുന്നവരുടെ അവസ്ഥയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് ഈ വികൃതി വിടുന്നതിനായി അവർ എന്ത് ചെയ്യുന്നില്ല? വേല ചെയ്യുന്നില്ല. അതിന് ഉള്ള ശ്രമം ഉണ്ടാകണം. അപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനല്ല, മറിച്ച് അവനവൻ്റെ പോരായ്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് ജീവിതം കൃതകൃത്യമാക്കി പോകാൻ ശ്രമിക്കുക. മറ്റതെല്ലാം അപകടത്തിലേക്കാണ് നയിക്കുന്നത്. ഈ ജന്മം മാത്രമല്ല, എത്രയോ ജന്മങ്ങൾ പിന്നെ അവർ ദുരിതം അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അനുഭവിക്കാൻ ഇടവരാതിരിക്കട്ടെ. എവർക്കും നമസ്കാരം.